ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഗോദാവരി റിവർ കാണുവാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 4 മണി. ഞാൻ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് പോവുകയാണ്. ഗോദാവരി റിവർ ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ അകലെയാണ്. ഗോദാവരി റിവർ കാണുവാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഞാൻ എൻ്റെ ബൈക്കിലാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഗോദാവരി പോയി കാണാം. സോ ബൈക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പെട്രോൾ എന്താണെങ്കിലും അടിക്കണം. പെട്രോൾ ഇല്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെ മഞ്ചേരിയാൽ ഡിസ്ട്രിക്റ്റിൽ ഒരു വില്ലേജിലാണ്. അവിടെ നിന്നും നമ്മൾ വണ്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. വണ്ടി മൂവ് ചെയ്യുകയാണ്. നേരെ നമ്മൾ പോകുന്നത് ഗോദാവരി കാണാൻ വേണ്ടിയാണ്. ഈ വില്ലേജിൽ ഏറ്റവും ഹൃദയഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. പതുക്കെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടിയുമായി ഞാൻ ബൈക്കുമായി നേരെ പോവുകയാണ്. നമുക്ക് ഇനി പോകേണ്ടത് ഇവിടുന്ന് ഈ ഗള്ളിയിൽ നിന്ന് നമുക്ക് തിരിഞ്ഞ് നേരെ പോകണം. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗോദാവരി നദിയുടെ അടുത്ത് ചെല്ലും. അതിനുവേണ്ടി നമുക്ക് അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ സൈഡ് പിടിക്കാം. ഇന്ന് സൺഡേ ആയതിനാൽ വലിയ തിരക്കൊന്നുമില്ല വഴിയിൽ. അല്ലെങ്കിൽ ശരിക്കും തീർച്ചയായിട്ടും നല്ല തിരക്കുള്ള സമയമാണ്. സൺഡേ ആണ്, എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല. നാട്ടിലെ അപേക്ഷിച്ച് നമുക്ക് ഇവിടെ മഴയൊന്നുമില്ല. ഇതിപ്പം ജൂൺ 23 ആയി. എങ്കിലും മഴയൊന്നും ഇവിടെ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. നമ്മുടെ കേരളത്തിലിപ്പോൾ നല്ല മഴയാണെന്നറിയാം. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇങ്ങോട്ട് മഴ പെയ്യുള്ളൂ. ജൂലൈയിലൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ ഇവിടെ തുടങ്ങുകയുള്ളൂ. എങ്കിലും നമുക്ക് ഉടനെ തന്നെ പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടെ ഒരു നമ്മൾ ആരെങ്കിലും ഇവിടെ യാത്ര ചെയ്യുന്നവർക്കറിയാം. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട്, ഇതുപോലെ ഇവരുടെ മെയിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ശരിക്കും പശു. നമ്മുടെ നാട്ടിൽ പശു ഉപയോഗിക്കും പോലെ, പശുവിൽ നിന്ന് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പോലെ ഇവിടെ അവർ എരുമപ്പാലാണ് ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇവിടെ സുലഭമായിട്ട് എരുമപ്പാൽ കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഈ ആളാണ്. ഇദ്ദേഹമാണ്, ഈ പ്രായം ചെന്ന മനുഷ്യനാണ് ഈ എരുമകളെ എല്ലാം മേയിച്ച് നടക്കുന്നത്. പോത്ത് എരുമകളെല്ലാം കാണും. ഈ കൂട്ടത്തിൽ തന്നെ ഏകദേശം ഒരു 100-150 എരുമകൾ കാണും. അവർ രാവിലെ വന്ന് കൊണ്ടുപോകും. എന്നിട്ട് ഇങ്ങനെ ഫീൽഡിലൂടെ കൊണ്ടു നടന്ന് അതിനെ ഭക്ഷണം കൊടുത്ത് തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ശരിക്കും ഒരാളുടെ അല്ല ഈ എരുമകളെല്ലാം വില്ലേജുകളിൽ താമസിക്കുന്ന ഓരോരോ ആൾക്കാരുടെയാണ്. ഈ എരുമകൾ വീട്ടിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അത് അവരവരുടെ വീടുകളിലേക്ക് തന്നെ കയറിപ്പോവും. അവർക്കറിയാം അതിൻ്റെ വീട്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. എന്തായാലും നമ്മൾ ആ ട്രാഫിക് ജാമിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ റോഡിലേക്ക് പോകാം. പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ പോകണം. ഇപ്പോൾ റോഡുകളൊന്നും പണ്ടൊക്കെ നല്ല റോഡുകളായിരുന്നു ഇവിടെ. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങളുണ്ടായി. അന്നും ഇന്നും ആ റോഡ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. വിശാലമായ റോഡ് തന്നെയാണ്. സൈഡുകളിൽ നമുക്ക് മരങ്ങൾ കാണാം. പക്ഷേ പെട്ടെന്നായിരുന്നു നമ്മുടെ നാട്ടിലൊരു കുതിപ്പുകൾ. എല്ലാ റോഡുകളും നല്ല ഹൈടെക്കായി. എങ്കിലും ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ആ റോഡ് തിരിഞ്ഞ് ഞാൻ വേറൊരു ചെറിയൊരു റോഡിൽ കൂടിയാണ് പോകുന്നത്. റോഡാണെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളാണ്. 2 സൈഡുകളിലും കണ്ണെത്താ ദൂരത്തോളം നമുക്ക് വയലുകൾ കാണാം. ഈ വയലുകളിലെല്ലാം കൃഷിയാണ് ചെയ്യുന്നത്. മഴ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ കൃഷി തുടങ്ങുകയുള്ളൂ. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു ടേണിങ് കയറി ഒരു മെയിൻ റോഡിലേക്ക് കയറി. റോഡുകൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് കാണാം ചെറിയ കൃഷി പാടങ്ങളാണ്. ഇവിടെ മെയിനായിട്ട് അവർ കൃഷി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള വിളകളൊന്നുമല്ല. നെല്ല്,
നെല്ലല്ല, മെയിനായിട്ട് ഇവർ കോട്ടനാണ്, അതായത് പരുത്തി കൃഷിയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. ആയതിനാൽ പരുത്തി കൃഷിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും തണൽ മരങ്ങളുണ്ട്. വാഗ പൂത്ത് നിൽക്കുന്നത് കാണാം. ഇപ്പോഴും ഇവിടെ സമ്മർ മാറിയിട്ടില്ല. ഇപ്പോൾ ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. മഴ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ ആയിരുന്നു. ആട്ടിൻപറ്റങ്ങളെ കാണാം. നമ്മുടെ ആട്ടിൻപറ്റങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇത് ചെമ്മരിയാടാണ്. ചെമ്മരിയാടിനിപ്പം നിങ്ങൾ ചോദിക്കും രോമം എന്തുകൊണ്ടില്ലെന്ന്. രോമം ഓൾറെഡി സമ്മർ സീസണിൽ അവർ ഷേവ് ചെയ്ത് കളയും. ഷേവ് ചെയ്ത് അവർ വിൽക്കും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കാത്തത്. ശരിക്കും ഇത് ചെമ്മരിയാട് ആണ്. ഇതിനകത്ത് തന്നെ കാണും ഒരു 100-150 ചെമ്മരിയാട്. ഒരാൾ ഇതിനെ നോക്കാൻ കാണും. എന്ത് മനോഹരമായ ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. വീണ്ടും ഞാൻ യാത്ര തുടർന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഗോദാവരി റിവർ കാണാൻ വേണ്ടി. ഗോദാവരി റിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഒരു ഹോളി റിവറാണ് ഗോദാവരി റിവർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോദാവരി റിവറിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വാഗ വീണ്ടും പൂത്ത് നിൽക്കുകയാണ്. വാഗമരം, നമ്മുടെ നാട്ടിൽ ഈ വാഗമരമുണ്ട്. പക്ഷേ ഇവിടുത്തെ പേരെന്താണെന്ന് എനിക്കറിയാം. ഇത് ശരിക്കും ഈ കറുത്ത പാടം ഗോദാവരിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വളരെ ഫലപുഷ്ടിയുള്ള ഫീൽഡാണ് ഇവിടെ. ഇതിനു മുമ്പൊക്കെ ഞാൻ ഇതിലെ യാത്ര ചെയ്തപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അവർ പരുത്തി കൃഷിയാണ് ഇവിടെ ചെയ്തിരുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കറുത്ത മണ്ണാണ്, വളരെ ഫലപുഷ്ടിയുള്ള മണ്ണാണ്. ഇവിടെ അഗ്രികൾച്ചർ ആക്ടിവിറ്റികളെല്ലാം നടക്കുന്നു. ട്രാക്ടർ എല്ലാം നിലം ഉഴുതുമറിക്കുന്നു. ഇപ്പോൾ രണ്ട് സൈഡിലും തണൽ മരങ്ങളുണ്ട്. തണൽ മരങ്ങൾ ഇവിടെ എക്സ്ട്രീമാണ്. സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്ട്രീമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നാട്ടിനെ കഴിഞ്ഞ് ഭയങ്കര ചൂടാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നവർക്കെല്ലാം ഈ തണൽ മരങ്ങൾ വളരെ ഉപകാരമാണ്. ഇവരൊരിക്കലും ഈ തണൽ മരങ്ങൾ വഴിയുടെ സൈഡിൽ നിൽക്കുന്ന തണൽ മരങ്ങൾ ഒരിക്കലും വെട്ടിക്കളയാറില്ല. എന്നും അത് വളരെ അവർ കരുതലോടെ കാത്തു സൂക്ഷിക്കും. നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു കാളവണ്ടിയാണ് ഇപ്പോഴും ഇവിടെ കാളവണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇവിടെ കാളവണ്ടി ആണ്. കാളവണ്ടി ഉള്ളവർ ഇവിടെ വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. ചെറിയൊരു പാലത്തിൻ്റെ മുമ്പിലൂടെയാണ് ഞാൻ പറയുന്നത്. ശരിക്കും ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്ന വെള്ളം ഗോദാവരി നദിയിലേക്കാണ് ചെന്ന് ചേരുന്നത്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരു ചെറിയ ഹനുമാൻ്റെ പ്രതിമ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ അമ്പലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹനുമാൻ അമ്പലമാണ് അത്. ഇവിടെ ഹനുമാൻ വളരെ പ്രതിഷ്ഠയുള്ള ഒരു വിഗ്രഹം ആണ്. അവിടെ അതിനോടനുബന്ധിച്ച് അമ്പലങ്ങളുമുണ്ട്. വീണ്ടും നേരെ നടന്ന് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞാൻ പോകുന്നത് ഇപ്പോൾ ഇനി ഏകദേശം ഇവിടുന്ന് 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. എങ്കിലും അടുത്തെത്താറായി. ഗോദാവരി റിവറിൻ്റെ അടുത്തെത്താറായി. കുറച്ചകലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഗോദാവരി ഇങ്ങനെ പരന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഇപ്പോൾ ഗോദാവരിയുടെ സമ്മർ തന്നെയാണ്. സമ്മർ റെയിനി ആയിട്ടില്ല, വർഷകാലമായിട്ടില്ല. ഗോദാവരി ഇപ്പോഴും വറ്റി വരണ്ട് കിടക്കുകയാണ്. നമുക്കൊരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഈ ഗോദാവരി നിറഞ്ഞു കഴിഞ്ഞ് കാണാം. ഇപ്പോൾ ഗോദാവരിയിലേക്ക് ഗോദാവരി പാലത്തിന് മുമ്പിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഗോദാവരി റിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഒരു ഹോളി റിവറാണ്. ഗംഗ പോലെ തന്നെ ഇവിടെയുള്ളവരെല്ലാം ഇതിനെ വിളിക്കുന്നത് ഗംഗാനദി എന്നാണ് വിളിക്കുന്നത്. ഗോദാവരിനെ വിളിക്കുന്നത്. ശരിക്കും ഈ നദി ഉത്ഭവിക്കുന്ന മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ എൻട്രൻസാണിത്. മഹാരാഷ്ട്രയിൽ നേരെ തെലങ്കാനയിലെ എൻട്രൻസാണിത്. ഓക്കെ, ഇവിടുന്ന് പിന്നെ ആന്ധ്രാപ്രദേശ് അങ്ങനെ ബേ ഓഫ് ബംഗാളിലേക്കാണ് ഈ നദി ചെന്ന് പതിക്കുന്നത്. ഇത് സ്റ്റാർട്ടിങ് ഇതായതുകൊണ്ട് ഇവിടെയൊക്കെ ഗോദാവരി വളരെ ശക്തിയായിട്ടാണ് ഒഴുക്കുണ്ടാകുന്നത്. പാറകൾ നമുക്ക് കാണാം. ഈ പാറകളൊന്നും കറുത്ത പാറകളല്ല, വളരെ റെഡ് കളറായിട്ടുള്ള പാറകളാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പാറകളൊക്കെ ഗ്രാനൈറ്റ് കല്ലുകളാണ്. ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഈ കല്ലുകൾ ലോറിയിൽ വന്ന് കയറ്റിക്കൊണ്ട് പോയി അതിനുശേഷം ആ കല്ലുകൾ ഗ്രാനൈറ്റാക്കി മാറ്റാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം നടുക്ക് എത്തി. ഗോദാവരി റിവറിൻ്റെ
നടുക്ക് എത്തിയിട്ടുണ്ട്. മഞ്ചേരിയാൽ ജില്ലയിലെ ഗോദാവരി റിവറിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, പാറകളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. റെഡ് കളറാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ റോക്കല്ല, അതൊക്കെ നമുക്ക് ഗ്രാനൈറ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന പാറകളാണ്, പാറക്കെട്ടുകളാണ്. ഒഴുക്കുകൾ കൊണ്ട്, നിരന്തരമായ ഒഴുക്കുകൾ കൊണ്ടാണ് ഈ പാറകളെല്ലാം മാറി. നേരത്തെ ഈ ബ്രിഡ്ജ് ഇല്ലായിരുന്നു. ഈ രണ്ട് ജില്ലകളെ ബന്ധിക്കുന്ന ഒരു ബ്രിഡ്ജായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഈ ബ്രിഡ്ജ് പണിത്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ജില്ലകളിലേക്ക് കടന്നു പോകണമെങ്കിൽ ഏകദേശം 10-70 കിലോമീറ്റർ വളരെ ചുറ്റി പോകണമായിരുന്നു. ഈ പാലം വന്നതോടുകൂടിയാണ് പെട്ടെന്ന് തന്നെ ഈ രണ്ട് ജില്ലകളും കണക്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ നമ്മൾ എക്സാക്ട്ലി ഗൈസ് നമ്മൾ നടുക്കെത്തിയിരിക്കുകയാണ്. ഗോദാവരി റിവറിൻ്റെ നടുക്കെത്തിയിരിക്കുകയാണ്. അവിടെ അങ്ങ് ചെറിയ വാട്ടർ പൂളുകൾ കാണാം. അതിനകത്ത് മീനുകളുണ്ട്. ചില ആളുകൾ സൈഡിൽ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ആ ഭാഗം നേരെ ആന്ധ്രയ്ക്ക് ഒഴുകി പോകുന്ന സ്ഥലമാണ്. കണ്ടോ, ഈ ഭാഗം ഈ സൈഡ് ആന്ധ്രയിലേക്ക്, ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് നേരെ തെലങ്കാനയിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗമാണ്. വളരെ ശക്തമായ ഒഴുക്കാണ് മഴക്കാലത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കെങ്കിലും കുറച്ചുകൂടി നമുക്ക് മുമ്പോട്ട് പോയിട്ട് നമുക്ക് അറ്റത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുലുക്കമുണ്ട്. വലിയ വണ്ടികൾ പോകുമ്പം ഇപ്പോഴും ഈ പാലം കിടന്ന്, ഇതിൻ്റെ നിർമ്മാണ വൈവിധ്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനു മുമ്പ് വേറെ സ്ഥലത്ത് ഞാൻ ഈ പാലം കണ്ടപ്പോൾ വലിയ വണ്ടികൾ പോകുമ്പോൾ നല്ലപോലെ പാലം കിടന്ന് കുലുങ്ങുന്നതായിട്ട് കാണാം. അതതിൻ്റെ ടെക്നോളജി ആണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഇപ്പോൾ നമ്മൾ ഏകദേശം പാലത്തിൻ്റെ ഒരു സൈഡ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ പാലത്തിൻ്റെ സൈഡ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗൈസ്, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ചെറിയൊരു അമ്പലമൊക്കെ കാണാം. അത് വെള്ളം ഗോദാവരി റിവറിൻ്റെ അകത്തൊക്കെയാണ്. കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു. നമുക്ക് ഇവിടുന്ന് വീണ്ടും തിരിച്ചു പോകാം. ഓക്കെ, നമ്മളൊരു ഇവിടെ നമ്മൾ തിരിയുകയാണ്. തിരിഞ്ഞിട്ട് നമുക്ക് ഗോദാവരി റിവറിൻ്റെ അടുത്ത സൈഡ് നമുക്ക് കാണാം. അടുത്ത സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഗോദാവരിയിലേക്ക് ഇറങ്ങി തന്നെയാണ് അഗ്രികൾച്ചർ ലാൻഡ് ഉള്ളത്. അതെ, ഫീൽഡൊക്കെ കുറച്ചുകൂടെ ഇറങ്ങി ഗോദാവരിയോട് ചേർന്നാണ്, അകത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അതും കൂടെ കൃഷിയോഗ്യമായ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ മണൽ നീണ്ടു നിവർന്ന് മണൽ കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ലോറിയിലല്ല ഇവർ മണൽ കൊണ്ടുപോകുന്നത്. മണൽ കൊണ്ടുപോകുന്ന ഒരു ട്രാക്ടറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഗൈസ്. ട്രാക്ടർ വറ്റി വരണ്ട് കിടക്കുകയാണെങ്കിലും അങ്ങ് വെള്ളമൊക്കെ കാണാം. ട്രാക്ടറിലാണ് ഇവർ കോരിക്കൊണ്ട് പോകുന്നത് മണൽ. ഇവിടെ മണലിന് വലിയ നിരോധനമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വളരെ ചീപ്പായിട്ട് നടക്കും. ഒരു ബിൽഡിങ്ങൊക്കെ പണിയുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവിടെ പണിയാൻ സാധിക്കും. മണലിനൊക്കെ ചീപ്പ് റേറ്റാണ്. മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട്. പെട്ടെന്ന് നമുക്കിത് കണ്ടു തീർത്തില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ഗൈസ്. മഴ ഉടനെ തന്നെ പെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കാണുമ്പോൾ എന്തൊരു മനോഹാരിതയാണല്ലേ. നമുക്ക് കണ്ണെത്താ ദൂരത്തോളം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. വളരെ ബ്യൂട്ടിഫുൾ. അങ്ങകലെ മലകൾ കാണാം. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുന്നു, അവർ ഫോട്ടോ എടുക്കുന്നു. ഈവനിങ്ങിൽ എല്ലാവരും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാറുണ്ട്. എങ്കിലും മഴക്കാറുള്ളതിനാൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും എക്സാക്റ്റ് നടുക്കെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മിഡിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇതിനകത്ത് മുതല ഒക്കെ വന്ന് ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അടുത്തൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെന്തായാലും അങ്ങോട്ട് അതിനകത്തേക്കൊന്നും പോകുന്നില്ല. ചിലപ്പോൾ കാണുമായിരിക്കും. ഇവർ ഹോളി ബാത്തൊക്കെ നടത്തുന്നത് ഇതിനകത്താണ്. ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഇവിടെ വന്ന് കണ്ടോ, 2 ആൾക്കാർ അവിടെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഓക്കെ, വണ്ടികൾ പോകുമ്പോൾ വലിയ വണ്ടികൾ പോകുമ്പോഴേ ചെറിയ കുലുക്കമുള്ളൂ. ചെറിയ വണ്ടികൾ പോകുമ്പം വലിയ കുലുക്കങ്ങളൊന്നുമില്ല. എങ്കിലും ഇപ്പോഴും ആ പാറകളൊക്കെ റെഡ് കളർ. അവിടെ ഈ ഭാഗമാണ് നമ്മൾ ആന്ധ്രയിലേക്ക് ഒഴുകുന്ന സ്ഥലം. ഈ ഭാഗത്ത് സൈഡിലാണ് ആന്ധ്രയിലേക്ക് ഒഴുകുന്നത്. ഇവിടെ ഈ ഭാഗമാണ് നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് തെലങ്കാനയിലേക്ക്
നല്ല ശക്തമായ ഒഴുക്കായിരിക്കും. കാരണം ഇത് തുടക്കം ഏത് നദിയുടെയും ഉത്ഭവസ്ഥാനം വളരെ ശക്തമായിട്ടുള്ളതാണല്ലോ, ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ 2 ആഴ്ച കഴിയുമ്പോഴത്തേനും മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് കവർ ചെയ്ത് മൊത്തം ഫോട്ടോ എടുത്ത് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഗോദാവരി റിവർ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. ഗോദാവരി റിവറിനെ കുറിച്ച് നമ്മൾ ചെറുപ്പകാലങ്ങളിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആ ഗോദാവരി റിവറിൽ കാണാൻ എല്ലാവർക്കും നേരിട്ട് കാണാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. ആ ഭാഗ്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മഴ പെയ്യാൻ ഉടനെ തന്നെ സാധ്യതയുള്ളതിനാൽ ഞാൻ ഉടൻ തന്നെ റൂമിലേക്ക് മടങ്ങുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും എല്ലാവർക്കും എൻ്റെ നന്ദി. അനീഷ് ട്രാവൽ ടെക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം ഗൈസ്. മഴയായതുകൊണ്ട് നമുക്ക് ഉടനെ പോകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ പെട്ടുപോകും ഗൈസ്. ഓക്കെ, എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എൻജോയ് ചെയ്ത് എൻ്റെ ചാനൽ. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു. അതാണ്